ഹലോ മൈ ഡിയർ 90s, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ഞാൻ ഉദ്ദേശിച്ചത് മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ്. ഈ ഒരു സീരീസിൽ നമ്മൾ 2 വീഡിയോസ് ഓൾറെഡി ചെയ്തു. ആദ്യത്തെ വീഡിയോയിലൂടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വീഡിയോയിലൂടെ 2 മാർക്കിന്റെ തന്നെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വീഡിയോ ലെങ്തി ആവാതിരിക്കാനാണ് ഞാനത് 2 പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നമുക്ക് റിമൈനിങ് ഒരു 15 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതോടുകൂടി 2 മാർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവറപ്പ് ചെയ്യാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒരു പ്രോബ്ലം ആയിട്ട് മാറില്ല എന്നാണ് വിചാരിക്കുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ബോർഡ് ക്ലാസ്സിലോട്ട് വന്നതിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേറ്ററി വീഡിയോയും അതുപോലെ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷനും കൂടാതെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ സോൾവ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സീരീസ് ആണെന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കമന്റ് ഒക്കെ എന്താണെന്നുള്ളതൊന്ന് എഴുതാം. ഫീഡ്ബാക്സും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആയിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 കിടക്കാം. ഓൺ എ 120 kilometer track, a train travels the first 30 kilometer at a uniform speed of 30 kilometer per hour. Calculate the speed with which the train should move rest of the track so as to get the average speed of 60 kilometer per hour for the entire trip. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ആവറേജ് സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോ ഈ ചോദ്യത്തിനെ നമ്മളൊന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എഴുതി വെക്കാം. ഓൺ എ 120 kilometer ട്രാക്ക്, അതായത് ഈ ട്രെയിൻ മൊത്തത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ്, അതിന് ഞാൻ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് എഴുതി. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ് ഈ ട്രെയിനിന് സഞ്ചരിക്കേണ്ടത്. കാരണം ഓൺ എ 120 kilometer ട്രാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി a train travels the first 30 kilometer at a uniform speed of 30 kilometer per hour. അതായത് ഈ 120 കിലോമീറ്ററിൽ നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നത് എത്ര സ്പീഡിലാണ്? വിത്ത് 30 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഈ 30 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എടുത്ത ടൈം നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ S1 എന്നും V1 എന്നും എഴുതുന്നു. അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് 30 കിലോമീറ്റർ പെർ അവറിലാണ്. അപ്പൊ ടൈം ഞാൻ T1 എന്ന് എഴുതുന്നു. ടൈം ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. അപ്പൊ T1നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് S1 by V1. S1 എന്ന് പറയുന്നത് 30 ആണ്, ഡിവൈഡഡ് ബൈ V1 ഇസ് ഓൾസോ 30. അപ്പൊ നമുക്ക് കിട്ടിയത് T1 എന്ന് പറയുന്നത് 1 അവർ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 30 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ഇത് എത്ര ടൈം എടുത്തിട്ടുണ്ട്? 1 അവർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് calculate the speed with which the train should move rest of the track so as to get the average speed of 60 kilometer per hour എന്നാണ്. രണ്ടാമത്തേതിന്റെ ആവറേജ് സ്പീഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ 120 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. 30 കിലോമീറ്റർ ഇവിടെ സഞ്ചരിച്ചു. രണ്ടാമത്തേതിന്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 120 മൈനസ് 30. കാരണം 120 ആണ് ടോട്ടൽ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. അതിൽ നിന്ന് 30 കിലോമീറ്റർ ഓൾറെഡി സഞ്ചരിച്ചു. അപ്പൊ ബാക്കി രണ്ടാമത്തെ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത് 90 കിലോമീറ്റേഴ്സ് ആണ്. ടൈമും കൂടെ അറിയുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ടൈം തന്നിട്ടില്ല. ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 60 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. V എന്ന് പറയുന്നത്, V സ്പീഡ് ഇസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ്, ഞാൻ S എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഞാൻ T എന്ന് എഴുതുന്നു. ഓക്കെ, ഈ ആവറേജ് സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 90 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ആവറേജ് സ്പീഡ് ആയിട്ട് തന്നിരിക്കുന്നത്. റൈറ്റ്, 90 അല്ല, 60 കിലോമീറ്റർ പെർ അവർ. അപ്പോ 60 എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ T. അപ്പൊ ഇതിൽ നിന്ന് T എന്ന് പറയുന്നത് എത്രയാണ്? 120 by 60, which will be equal to 2 hours.
റൈറ്റ്. 120/60 എന്ന് പറയുമ്പോൾ 2 hours ആണ്. അപ്പൊ ഈ ടോട്ടൽ ദൂരം സഞ്ചരിക്കാനായിട്ട് ട്രെയിൻ എടുത്തിട്ടുള്ളത് 2 hours ആണ്. ഇനി നമ്മൾ ആദ്യം T1 കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇത് എത്ര ടൈം എടുത്തു കഴിഞ്ഞു? 1 hour എടുത്തു കഴിഞ്ഞു. അപ്പൊ ബാക്കി നമ്മളുടെ എത്ര സമയമേ ബാക്കിയുള്ളൂ? 1 hour കൂടെ നമ്മളുടെ ബാക്കിയുള്ളൂ. അപ്പൊ S2 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ടൈം 2 hours ആണ്. T1 എന്ന് പറയുന്നത് 1 hour ആണ്. അപ്പൊ T2 എന്ന് പറയുന്നതും എത്രയായിരിക്കും? 1 hour ആയിരിക്കും. അപ്പൊ നമുക്ക് S2 കിട്ടിയിട്ടുണ്ട്, T2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ V2 കണ്ടുപിടിക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. V2 is equal to S2 by T2. S2 എന്ന് പറയുന്നത് 90 divided by T2 എന്ന് പറയുന്നത് 1. അപ്പോ രണ്ടാമത്തെ ബാക്കിയുള്ള ദൂരം 90 km/h സഞ്ചരിച്ചാൽ മാത്രമാണ് ടോട്ടൽ ആവറേജ് സ്പീഡ് 60 km/h ആയി മാറുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം 30 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എടുത്ത സ്പീഡ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഫസ്റ്റ് എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് രണ്ടാമത്തെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റും, കാരണം ടോട്ടൽ 120 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മെത്തേഡ് എന്താണ്? ആദ്യം ടോട്ടൽ ടൈം എത്രയാണെന്ന് നോക്കാം. അതിൽ നിന്ന് ഫസ്റ്റത്തെ 1 hour സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തിന് എടുക്കുന്ന ടൈം നമുക്ക് കിട്ടി. അതും 1 hour ആണെന്ന് കിട്ടി. അപ്പൊ S2 T2 കിട്ടിക്കഴിഞ്ഞാൽ V2 നമ്മൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. The following displacement time graph shows the position of a body at different times. Calculate the velocity of the body as it moves from ഏതൊക്കെ ഭാഗത്താണ്? A to B, B to C, C to D. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. എന്താണത്? അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വിൽ ഗിവ് യു വെലോസിറ്റി. അപ്പൊ ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് y2 minus y1 divided by x2 minus x1. പേടിക്കണ്ട, y2 minus y1 എന്ന് പറയുന്നത് y ആക്സിസിലുള്ള ഫൈനൽ വാല്യൂ മൈനസ് y ആക്സിസിലുള്ള ഇനീഷ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ x ആക്സിസിലുള്ള ഫൈനൽ വാല്യൂ മൈനസ് x ആക്സിസിലുള്ള ഇനീഷ്യൽ വാല്യൂ. ഞാൻ ചോദ്യത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും അല്ലെ. A to B എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ A to B എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ ബിയും ഇനീഷ്യൽ പൊസിഷൻ എയുമാണ്. അപ്പൊ y2 എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ ഏതാണ്? ബി. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആക്സിസിലെ വാല്യൂ എത്രയാണ്? ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആക്സിസിലെ വാല്യൂ ഇറ്റ്സ് നത്തിങ് ബട്ട് 3 മൈനസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിലെ വാല്യൂ. y ആക്സിസിലെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണല്ലോ അല്ലെ. അവിടെ വാല്യൂ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് അത് 0-ൽ നിന്നാണ് അത് 1-ലോട്ട് പോയിട്ടുള്ളത്. അപ്പോ y-ലെ വാല്യൂ എന്ന് പറയുന്നത് 3 minus 0. അപ്പൊ A to B എഴുതുന്ന സമയത്ത് ഞാൻ എഴുതുന്നു 3 minus 0 divided by x2 minus x1. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x ആക്സിസിലെ വാല്യൂ എത്രയാണ്? 5 മൈനസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിലെ x ആക്സിസിലെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 minus 0 മൈനസ് 5 minus 2. 3 minus 0 എന്ന് പറഞ്ഞാൽ 3 ആണ്. 5 minus 2 എന്ന് പറഞ്ഞാലും 3 ആണ്. അപ്പൊ നമുക്ക് A to Bയിലുള്ള സ്പീഡ് കിട്ടി 1 meter/second. കാരണം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലാണെന്നും ടൈം സെക്കൻഡിലാണെന്നും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. 1 meter/second. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് B to C. B to C നമുക്ക് കാൽക്കുലേഷൻ ഒന്നും വേണ്ട സത്യത്തില്. കാരണം B to C എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണെന്ന് ഡയഗ്രത്തിൽ കാണുന്നുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫില് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് എന്ന് വെച്ചാൽ ഒബ്ജക്ട് ഈസ് അറ്റ് റെസ്റ്റ് എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് B to Cയിലെ സ്പീഡ് എന്ന് പറയുന്നത് 0 meter/second ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ അതേ മെത്തേഡ് വെച്ച് കാൽക്കുലേഷൻ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ഇനി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? B to C എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ C എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ ആണ് അല്ലെ. അപ്പൊ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിലെ വാല്യൂ 3 ആണ്. മൈനസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും y ആക്സിസിലെ വാല്യൂ 3 ആണ്. 3 ആണ്. അപ്പൊ 3 മൈനസ് 3 എന്ന് എടുക്കുമ്പോൾ തന്നെ 0 ആയി. അപ്പൊ പിന്നെ എക്സിന്റെ വാല്യൂ നമ്മൾ നോക്കണ്ട. 0-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആണ് കിട്ടുക. അപ്പൊ B to Cയില് സ്പീഡ് 0 ആണെന്ന് കണക്കാക്കാൻ ഒന്നുകിൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ y2 minus y1 by x2 minus x1 വെച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് ഫ്രം
ഏതാണ്? സി ടു ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സി ടു ഡി എന്ന് പറയുമ്പോൾ ഡി ആണ് ഫൈനൽ പോയിന്റ് അല്ലെ? സി ഇനീഷ്യൽ ആൻഡ് ഡി ഇസ് ദ ഫൈനൽ പോയിന്റ്. അപ്പോ y2 എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിലെ വാല്യൂ, ഡി എന്ന് പറയുന്നത് ഇതാണ്, ഇത് x ആക്സിസിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് അതിന്റെ y വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. മൈനസ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിലെ വാല്യൂ ഇസ് 3 ഡിവൈഡഡ് ബൈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിലെ വാല്യൂ, കാരണം ഡിവിഷനിൽ എന്താ വരുന്നത്? x2 മൈനസ് x1 ആണ് അല്ലെ? എക്സ് ആക്സിസിലെ വാല്യൂ ഇസ് 10 മൈനസ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിൽ എടുക്കുന്ന എത്രയാണ്? 7. 0 മൈനസ് 3 എന്ന് പറയുമ്പോൾ -3 ഡിവൈഡഡ് ബൈ 10 മൈനസ് 7 എന്ന് പറയുമ്പോൾ 3. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു -1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആദ്യത്തെ നമുക്ക് കിട്ടിയത് +1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, കാരണം നമുക്ക് അവിടെ അറിയാം സ്പീഡ് ഇസ് ഇൻക്രീസിങ് അല്ലെ? സോറി, സ്പീഡ് അല്ല, ഡിസ്റ്റൻസ് ഇസ് ഇൻക്രീസിങ് എന്നുള്ളത് മനസ്സിലായി. ബി ടു സിയില് ഡിസ്റ്റൻസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, ദാറ്റ് മീൻസ് സ്പീഡ് 0 ആണ്. പിന്നെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ്, അപ്പൊ സ്പീഡിന് നമുക്ക് നെഗറ്റീവ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പൊ ഇതും എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. An athlete completes 1 round of a circular track of diameter 49 meter in 20 seconds. ഒരു കംപ്ലീറ്റ് റൗണ്ട് എടുക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്? 20 സെക്കൻഡ് എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. Calculate the distance covered and the displacement at the end of 30 seconds. 30 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ആണ്. 20 സെക്കൻഡ് കൊണ്ട് ഒരു കംപ്ലീറ്റ് സർക്കിൾ എടുക്കുന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് എത്ര സർക്കിൾ എടുക്കും? 1.5 സർക്കിൾ ആണ് എടുക്കാൻ പറ്റുന്നത് അല്ലെ? 20 സെക്കൻഡ് കൊണ്ട് ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് ഹാഫ് സർക്കിൾ. അപ്പൊ 30 എന്ന് പറയുമ്പോൾ 1.5 സർക്കിൾ ആണ് എടുക്കാൻ പറ്റുന്നത്. 1.5 സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു ഫുൾ സർക്കിൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ 1.5 എന്ന് പറയുമ്പോൾ 1.5 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ, വിച്ച് മീൻസ് 1.5 ഇൻറ്റു ഒരു സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താണ്? 2πr അല്ലെ? അപ്പൊ 1.5 ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ്. ഡയമീറ്റർ 49 തന്നിട്ടുണ്ട്, അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 49 ഡിവൈഡഡ് ബൈ 2 ആണ്. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. 1.5 സർക്കിൾ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. പെരിമീറ്റർ ഓഫ് ദ സർക്കിളിന്റെ ഫോർമുല 2πr ആണ്. സർക്കംഫറൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. 2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 22/7, r എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്. അപ്പൊ ഇവിടെ ഈ 2ഉം കട്ടായി പോയി, 7ഉം 49 നമ്മൾ ഇത് 7 വരും. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1.5 ഞാൻ 3/2 എന്ന് എഴുതുവാണെങ്കിൽ ഇൻറ്റു 22 ഇൻറ്റു 7 അല്ലെ? ഇവിടെ 11. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 11 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 77, 77 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 3s 21, 23 അല്ലെ? 231 മീറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുന്നതാണ് വിചാരിക്കുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. നമുക്കറിയാം ഒരു വസ്തു ഒരു പോയിന്റിൽ നിന്ന് അതേ പോയിന്റിലോട്ട് തിരിച്ചെത്തുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കട്ടോ. ഒരു ഫുൾ സർക്കിൾ എടുക്കുമ്പോൾ അത് തിരിച്ച് എയിൽ തന്നെ എത്തുന്നു. ഹാഫ് സർക്കിൾ എടുക്കുമ്പോഴോ 1.5 സർക്കിൾ അല്ലേ എടുത്തത്, അപ്പോൾ ഈ നേരെ ഓപ്പോസിറ്റ് പ്ലേസിലാണ് എത്തുന്നത്. ഇതാണ് ഹാഫ് സർക്കിൾ അല്ലെ? അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ബിയും ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇങ്ങനെ വരച്ചാൽ ഇത് എന്താണ് ഇതിന്റെ അർത്ഥം? ഡയമീറ്റർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരിക അല്ലെ? ഇപ്പൊ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 231 മീറ്റേഴ്സ് ആയിരുന്നു. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ ആയിട്ടുള്ള 49 മീറ്റേഴ്സ് തന്നെയാണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതും എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രാഫ് ഗിവൺ ബിലോ ഷോ ഇറ്റ്സ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട്. താഴെ നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആധാരമായിട്ടുള്ള ഗ്രാഫ്. ഈ ഗ്രാഫിലെ ഡിസ്റ്റൻസ് ടൈം ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്?
Find the speed of the object during first 4 seconds of its journey. ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേപോലത്തെ ചോദ്യമാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? y2 minus y1 divided by x2 minus x1. ഇവിടെ ഫസ്റ്റ് 4 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സെക്കൻഡിന് ശേഷം ഒബ്ജക്ട് എവിടെയാണ്? പിയിലാണ് നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ y2 എന്ന് പറയുമ്പോൾ പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസിന്റെ വാല്യൂ വിച്ച് ഇസ് നത്തിങ് ബട്ട് 75 മൈനസ് 0 ആണ് താഴെയുള്ള വാല്യൂ അല്ലെ. ഡിവൈഡഡ് ബൈ x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ 4 മൈനസ് 0 വിച്ച് ഇസ് 75 ഡിവൈഡഡ് ബൈ 4. നമ്മളിത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1875 അല്ലെ. 18.75 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗ്രാഫ് തന്നിട്ട് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്ലോപ്പ് ഇസ് നത്തിങ് ബട്ട് y2 minus y1 divided by x2 minus x1. അടുത്ത ചോദ്യം, ഹൗ ലോങ് വാസ് ഇറ്റ് സ്റ്റേഷനറി? ഈ വസ്തു കുറച്ച് സമയത്ത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നുണ്ട്, അത് എത്രത്തോളം സമയമാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. നമുക്കറിയാം സ്റ്റേഷനറി എന്ന് പറയുന്നത് ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഗ്രാഫ് വരുമ്പോഴാണ് സ്റ്റേഷനറി ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പി ടു ക്യൂലാണ് ഈ ഒബ്ജക്ട് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. പി ടു ക്യൂ എത്ര സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഗ്രാഫിൽ നോക്കി കൃത്യമായിട്ട് അറിയാലോ. ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ്? 4 സെക്കൻഡ് മുതൽ 14 സെക്കൻഡ് വരെ. 4 to 14 സെക്കൻഡ് എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര സമയം എടുത്തു? 10 സെക്കൻഡ് ആണ് എടുത്തത് അല്ലെ. 4 മുതൽ 14 സെക്കൻഡ് വരെ എന്ന് വെച്ചാൽ 10 സെക്കൻഡ് ആണ് അതിനിടയ്ക്ക് വരുന്നത്. അപ്പൊ 10 സെക്കൻഡോളം സമയമാണ് ഇത് സ്റ്റേഷനറി ആയിട്ട് ഇരുന്നത്. അടുത്ത ചോദ്യം, ഡസ് ദിസ് ഗ്രാഫ് റെപ്രസെന്റ് എ റിയൽ സിറ്റുവേഷൻ? ഈ ഒരു ഗ്രാഫ്, തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു റിയൽ ടൈം സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് റിയൽ ടൈം സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്ന ഒരു ഗ്രാഫ് അല്ല. കാരണം ഈ ക്യൂ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിയതിനു ശേഷം ഇങ്ങോട്ട് ബാക്കിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് ലൈൻ വരയ്ക്കാന്ന് വെച്ചാൽ 14 സെക്കൻഡിന് ശേഷം ടൈം പുറകിലോട്ട് സഞ്ചരിച്ചു എന്നുള്ളതാണ്. നമ്മളുടെ ടൈം മെഷീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് റിയൽ ടൈം സിറ്റുവേഷൻ, സ്റ്റോറീസിലൊക്കെ ഉണ്ട് ടൈം മെഷീൻസ്. റിയൽ ടൈമിൽ ടൈം മെഷീൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു റിയൽ ടൈം സിറ്റുവേഷൻ അല്ല. സമയത്തിന് പുറകിലോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഇനി അടുത്തത് നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, a car covers a distance of x while moving at 54 km/h in 15 seconds. വാല്യൂ ഓഫ് x ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസും സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് കിലോമീറ്റേഴ്സിലാണ്. ടൈം ആണെങ്കിൽ തന്നിരിക്കുന്നത് 15 സെക്കൻഡ്സിലാണ്. സ്പീഡ് km/h. അപ്പൊ ഇവിടെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? സ്പീഡ് is equal to distance by time ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻടു ടൈം. സ്പീഡ് തന്നിരിക്കുന്നത് 54 km/h ആണ്. ടൈം തന്നിരിക്കുന്നത് 15 സെക്കൻഡ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. സിമ്പിൾ ഫോർമുല ആണ്. ബൈ 60 into 60 ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് 9 എന്ന് വരും അല്ലെ. ഡിവൈഡ് ചെയ്യുമ്പോൾ 9 6 are 54. പിന്നെ ഇവിടെ 6ഉം ഇത് 3 എന്ന് വരും. ഇവിടെ നമുക്ക് 2 എന്ന് വരും. which is equal to 3 into 15 എന്ന് പറയുന്നത് 45 divided by 200. 45 by 2 എന്ന് പറഞ്ഞാൽ 22.5 ആണ്. ബൈ 100 എന്ന് പറയുമ്പോൾ 2 പോയിന്റ്സ് നമ്മൾ നീക്കിയിടണം. അപ്പൊ 0.225 കിലോമീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷനിൽ അതുണ്ടോ നോക്കാം. 0.225 കിലോമീറ്റർ സി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, km/h തന്നിട്ടുണ്ട്, ഉത്തരം കിലോമീറ്ററിലാണ്. അപ്പൊ ടൈമിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അടുത്ത ചോദ്യം, എ മാർബിൾ റോളിംഗ് ഓൺ എ സ്മൂത്ത് ഫ്ലോർ ഹാസ് എൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 0.4 meter per second. If the floor offers a retardation of 0.02 meter per second, calculate the time it will take to come to rest. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം നമ്മൾ. കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു കം ടു റെസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ യു എന്ന് പറയുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 0.4 meter per second. ആക്സിലറേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? A equal to U. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ -0.02 എന്ന് എടുക്കണം അല്ലെ. 0.02 അല്ലേ തന്നിരിക്കുന്നത്. റൈറ്റ്. ടൈം ടു കം ടു റെസ്റ്റ്. കം ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കണം. ടൈം ഇസ് ഈക്വൽ ടു V - U
ഡിവൈഡഡ് ബൈ എ ആണ്. കാരണം നമുക്കറിയാം v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ v എന്ന് പറയുന്നത് 0 മൈനസ് യു എന്ന് പറയുന്നത് 0.4 ഡിവൈഡഡ് ബൈ മൈനസ് 0.02. മൈനസ് മൈനസ് കട്ടായി പോയി. ഇതിനെ നമുക്ക് ഇവിടെ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പൊ 0.2 ഡിവൈഡഡ് ബൈ 0.01 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത് 20 സെക്കൻഡ്സ്. 20 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാലാണ് അത് സ്റ്റോപ്പിലോട്ട് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡസ് ദ ഓഡോമീറ്റർ ഓഫ് എൻ ഓട്ടോമൊബൈൽ മെഷർ? ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് ആണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലെ. സ്പീഡോമീറ്റർ നോക്കുമ്പോഴാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഓഡോമീറ്ററിൽ കാണാൻ പറ്റുന്നത്. താഴെ 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്പീഡ് ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് ഹൗ ദ സ്പീഡ് ഇസ് ചേഞ്ചിങ് വിത്ത് ടൈം ഇൻ ബോത്ത് ദ കേസസ്. ഒന്നാമത്തെ കേസിൽ സ്പീഡ് ഇനീഷ്യൽ 0 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയും സ്പീഡ് സെയിം ആണ്. കോൺസ്റ്റന്റ് സ്പീഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഒന്നാമത്തെ വസ്തു മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ വസ്തുവിന്റെ സ്പീഡ് 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ സ്പീഡ് ഇസ് ഇൻക്രീസിംഗ് ഫ്രം 0 to 20. ഓക്കെ, ബിറ്റ്വീൻ 0 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്. ഇനി 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ സ്പീഡ് ഇസ് ഡിക്രീസിംഗ് ഫ്രം 20 to 10. ഗ്രാഫിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇനി 4 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയോ സ്പീഡ് ഈസ് അഗെയിൻ ഇൻക്രീസിംഗ് ഫ്രം 10 to 20. ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്രം 0 സെക്കൻഡ് ടു 2 സെക്കൻഡ് സ്പീഡ് ഈസ് ഇൻക്രീസിംഗ് ഫ്രം 0 to 20. ദെൻ 20ൽ നിന്ന് 10ലോട്ട് താഴുന്നു ബിറ്റ്വീൻ 2 സെക്കൻഡ് ആൻഡ് 4 സെക്കൻഡ്. ആൻഡ് ബിറ്റ്വീൻ 4 സെക്കൻഡ് ആൻഡ് 5 സെക്കൻഡ് അഗെയിൻ ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ഫ്രം 10 to 20 മീറ്റർ പെർ സെക്കൻഡ്. അത് ഗ്രാഫ് എന്ന് കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് റീഡ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റൻ എന്താണ്? എ പേഴ്സൺ ട്രാവലിംഗ് ഇൻ എ ബസ് noted the timings and the corresponding distances as indicated on kilometer per hour. What conclusion do you draw from this data? Name this type of the table. ഇതാണ് നമ്മുടെ ചോദ്യം. ടൈം നോക്കുമ്പോൾ 8 മണി, 8:15, 8:30, 8:45, 9 മണി എന്ന് പറയുമ്പോൾ യൂണിഫോം ടൈം ഇന്റർവെൽസിലാണ് അദ്ദേഹം ഡിസ്റ്റൻസ് നോക്കിയിരിക്കുന്നത്. ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഡിസ്റ്റൻസ് നോക്കാം 10, 20, 30. അതായത് ഓരോ ഇന്റർവെല്ലിലും ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ ഇത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിഫോം മോഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. 8 മണിക്ക് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. 8:15 20 കിലോമീറ്റർ ആയി. അതായത് 10 കൂടെ ട്രാവൽ ചെയ്തു. പിന്നെയും 10, പിന്നെയും 10 എന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ യൂണിഫോം മോഷൻ. അടുത്തത്, examine the data given below for motion for 2 different objects A and B. നമുക്ക് ഇവിടെ താഴെ എയും ബിക്കും 2 വസ്തുക്കൾക്കുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. വെദർ ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട് ഇസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം. യൂണിഫോം ആണോന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഇവിടെ ടൈം ഇന്റർവെൽ തന്നിരിക്കുന്നത് ഈക്വൽ ഇന്റർവെല്ലാണ്. 15 മിനിറ്റിന്റെ ഇടവേളകളിലാണ് ടൈം എഴുതിയിരിക്കുന്നത്. ഡിസ്റ്റൻസ് നോക്കാം. ആദ്യത്തെ ഒബ്ജക്ട് എന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 10, 20, 30, 40, 50 എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണ്. അപ്പോൾ ഒബ്ജക്ട് എ ഈസ് അണ്ടർഗോയിങ് യൂണിഫോം മോഷൻ. ഇനി ഒബ്ജക്ട് ബി നോക്കാം. ആദ്യം 12, പിന്നെ 19 എന്ന് വെച്ചാൽ ഒരു 7 മീറ്ററിന്റെ ഡിസ്റ്റൻസ് വന്നു. പിന്നെ 23 എന്ന് വെച്ചാൽ 4 മീറ്റർ ഡിസ്റ്റൻസ്. പിന്നെ 35 അത് 12 മീറ്ററിന്റെ ഡിസ്റ്റൻസ്. അങ്ങനെ ഒരു ബാധകം ഇല്ലാത്ത പോലെ കുറച്ച് കൂടി അങ്ങനെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അപ്പൊ എ എന്ന് പറയുന്ന വസ്തുവാണ് യൂണിഫോം മോഷനിൽ വന്നത്. ബി എന്ന് പറയുന്ന വസ്തു ഇസ് നോൺ യൂണിഫോം മോഷൻ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എത്ര മാത്രമാണ്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണോ എന്ന് നോക്കുക. അപ്പൊ ഇതും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റൻ ഏതാണ്? എ ഗേൾ മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 6 കിലോമീറ്റർ പെർ അവർ ഫോർ 2 hours and with a speed of 4 kilometers per hour for next 3 hours. Find the average speed of the girl and the total distance moved. ആവറേജ് സ്പീഡിന് നമ്മളുടെ കയ്യിലുള്ള ഒരേ ഒരു ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ഇവിടെ 2 ടൈം ഇന്റർവെൽസ് തന്നിട്ടുണ്ട്, 3ഉം 2ഉം. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 5 hours ആണെന്ന് മനസ്സിലായി. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഓരോ ഡിസ്റ്റൻസുകൾ കണക്കാക്കാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? V1 തന്നിട്ടുണ്ട്. അതായത് സ്പീഡ് ഇൻ ദ ഫസ്റ്റ് കേസ് ഇസ് 6 kilometer per hour. ടൈം T1 എത്രയാ തന്നിരിക്കുന്നത്? 2 hours. അപ്പൊ T1 ഞാൻ 2 hours എന്ന് എഴുതി. S1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയുന്ന ഫോർമുല V is equal to S by T. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻടു ടൈം.
അപ്പൊ S1 ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? V1 into T1. V1 എന്ന് പറയുന്നത് 6 ആണ്, into T1 എന്ന് പറയുന്നത് 2 ആണ്. So it will be 12 kilometers. ഓക്കെ, 12 കിലോമീറ്റേഴ്സ് ആണ് ഫസ്റ്റ്, അതായത് 6 കിലോമീറ്റർ per hour 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഇനി 3 അവർ കൊണ്ട് 4 കിലോമീറ്റർ per hour. അപ്പോ V2 എന്ന് പറയുന്നത് ഓക്കെ, അപ്പോ S1 നമ്മൾ കണ്ടുപിടിച്ചു, എത്രയായിരുന്നു? 12 കിലോമീറ്റർ ആയിരുന്നു അല്ലെ. ഇനി V2 എന്ന് പറയുന്നത് 4 കിലോമീറ്റർ പെർ അവർ എത്ര സമയമാണ് സഞ്ചരിച്ചത്? 3 മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോ T2 എന്ന് പറയുന്നത് 3 hours ആണ്. അപ്പോ S2 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? V2 into T2 ചെയ്യാം. V2 എന്ന് വെച്ചാൽ 4 ആണ്, T2 എന്ന് വെച്ചാൽ 3 ആണ്. എഗെയിൻ 12 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് അല്ലെ. അപ്പൊ ആദ്യം 12 കിലോമീറ്റർ സഞ്ചരിച്ചു, രണ്ടാമതും 12 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ S1 plus S2 which is equal to 24 kilometer. 24 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ടൈം ടേക്കൺ എന്ന് വെച്ചാൽ എത്രയാണ്? T1 plus T2. നമുക്ക് ഓരോ ടൈമും തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ടൈം എത്രയായിരുന്നു? 2 hours. രണ്ടാമത്തേത് 3 hours. അപ്പൊ 2 plus 3 which is equal to 5 hours. ഓക്കെ, 5 hours ആണ് ടൈം ടേക്കൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ആവറേജ് സ്പീഡ് ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ V average എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് 24 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് എടുക്കുക. എത്ര കിട്ടുന്നത്? 24 by 5 എന്ന് പറയുമ്പോൾ 4.8 kilometer per hour. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ 4.8 kilometer per hour ആണ് ആവറേജ് സ്പീഡ് കിട്ടിയത്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു, ടോട്ടൽ ഡിസ്റ്റൻസ് മൂവ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എത്രയാണ്? 24 kilometers ആണ്. അപ്പൊ ഇതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്, പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാനും പറ്റി, പഠിക്കാനും പറ്റി എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പൊ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണും, ബാക്കിയും കൂടെ കാണും. ഓക്കെ, 4 speed time graphs are shown below. 4 സ്പീഡ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. വിച്ച് ഗ്രാഫ് റെപ്രസെന്റ് ദ ഫോളോയിങ് കേസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേസ് എന്താണ്? ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് റിട്ടേണിംഗ് ടു ദ ഹാൻഡ് ഓഫ് ദ ത്രോവർ. നമുക്കറിയാം, ഒരു ബോള് മുകളിലേക്ക് എറിയുന്ന സമയത്ത് സ്പീഡിന് എന്താ സംഭവിക്കുന്നത്? സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. ഏറ്റവും ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ സ്പീഡ് 0 ആവും. പിന്നെ താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂടി കൂടി വരും. അപ്പൊ നമ്മൾക്ക് നോക്കേണ്ട ഗ്രാഫ് എന്താണ്? ഒരു ഗ്രാഫില് സ്പീഡ് ആദ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, 0 ആവുന്നു, പിന്നെ സ്പീഡ് കൂടി കൂടി പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഗ്രാഫ് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതേതാണ്? ഏറ്റവും ആദ്യത്തെ ഗ്രാഫ് അല്ലെ. ഫസ്റ്റ് ഗ്രാഫിലാണ് സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഒരു പ്രത്യേക സമയത്ത് സ്പീഡ് 0 ആവുന്നു, അതിനുശേഷം സ്പീഡ് വീണ്ടും കൂടി കൂടി വരുന്നത്. അപ്പൊ ആദ്യത്തെ ഗ്രാഫ് എ എന്ന് പറയുന്ന ഗ്രാഫാണ് ഫസ്റ്റ് കേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ബോഡി ഡീസിലറേറ്റിംഗ് ടു എ കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് ദെൻ ആക്സിലറേറ്റിംഗ്. ഡീസിലറേറ്റിംഗ് എന്ന് വെച്ചാൽ സ്പീഡ് കുറയുന്ന സിറ്റുവേഷൻ ആണ്. സ്പീഡ് കുറഞ്ഞിട്ട് പിന്നെ ഒരു കോൺസ്റ്റന്റ് സ്പീഡും വരുന്നുണ്ട്. കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു പാരലൽ ലൈൻ വേണം, പിന്നെ സ്പീഡ് കൂടണം. അപ്പൊ ഡി എന്ന് പറയുന്ന ഗ്രാഫ് നോക്കൂ, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വന്നു, പിന്നെ കോൺസ്റ്റന്റ് സ്പീഡായി, പിന്നെ സ്പീഡ് കൂടി കൂടി വന്നു. അപ്പോ ഡി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, എ ഫാർമർ മൂവ്സ് അലോങ് ദ ബൗണ്ടറി ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് 10 meter in 40 seconds. What will be the magnitude and displacement of the farmer at the end of 2 minutes and 20 seconds? നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫാർമർ ഈ സ്ക്വയർ ഫീൽഡിന്റെ എത്ര തവണ കറങ്ങിപ്പോയി എന്ന് അറിയണം. ഒരു ഫുൾ ബൗണ്ടറി കവർ ചെയ്യാനായിട്ട് 40 seconds ആണ് എടുക്കുന്നത്. ഇതൊരു സ്ക്വയർ ഫീൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൈഡ് ലെങ്ത് 10 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എത്രയായിരിക്കും? 4 into a എന്നുള്ളതാണ് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ അല്ലെ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 40 meters ആണ് അല്ലെ. 40 meters കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? 40 seconds. ഇനി
എത്ര ടൈം ആണ് ഇദ്ദേഹം ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയത്? അറ്റ് ദ എൻഡ് ഓഫ് 2 minutes and 20 seconds. 2 minutes and 20 seconds നമുക്ക് എന്താക്കി മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. 2 minutes എന്ന് പറയുമ്പോൾ 2 into 60 plus 20 seconds അല്ലെ? 120 plus 40 which is 140 second ആണ് ടോട്ടൽ ടൈം. ഇത് ടൈം ടേക്കൺ ഫോർ 1 round. അപ്പോ എത്ര റൗണ്ട് ഇദ്ദേഹം കവർ ചെയ്തു നോക്കാനായിട്ട് നമുക്ക് നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം, അതായത് n എന്ന് പറയുന്ന ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടൈം ഫോർ 1 റൗണ്ട് നോക്കിയാൽ മതി. ടോട്ടൽ ടൈം ഇവിടെ എത്രയാണ്? 140 ഡിവൈഡഡ് ബൈ ടൈം ഫോർ 1 റൗണ്ട് ഇസ് 40. അപ്പൊ ഇത് രണ്ടും കട്ടായി പോയി. ഇതിനെ നമുക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 3 4s are 12, 3.5 റൗണ്ട്സ്. അപ്പൊ എത്ര റൗണ്ട് ആണ് ഇദ്ദേഹം കവർ ചെയ്തത്? നമുക്ക് മനസ്സിലായി. എത്ര റൗണ്ടാണ് കവർ ചെയ്തത്? 3.5 റൗണ്ട്സ്. ഇതാണ് ഒരു സ്ക്വയർ ഫീൽഡ്. ഇതിനെ ഞാനിപ്പോ ABCD എന്ന് മാർക്ക് ചെയ്തു. ഓരോ പാത്തും 10 meters ആണ് ഓരോ സൈഡും. ഓക്കെ, അപ്പോ 3.5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എന്താണ്? 3.5 into പെരിമീറ്റർ അല്ലെ? 3.5 തവണ ഇദ്ദേഹം ഈ പെരിമീറ്ററിലൂടെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 3.5 into പെരിമീറ്റർ എത്രയായിരുന്നു? 40 ആയിരുന്നു അല്ലെ? 40 into 3.5 140 meters. അപ്പൊ 140 meters ആണ് ഇദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തറിയണം? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും അറിയണം. 3.5 തവണ കറങ്ങിപ്പോയി. അപ്പൊ ഒരു തവണ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്ന് പോയി എയിൽ തന്നെ തിരിച്ചെത്തി. അതുപോലെ 3 തവണ എയിൽ തന്നെ തിരിച്ചെത്തി. ഇനി ഹാഫ് എന്ന് വെച്ചാൽ എന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എത്തിപ്പെട്ടത് സിയിലാണ്. അപ്പോഴാണ് ഹാഫ് ദ ഫീൽഡ് ആവുന്നത് അല്ലെ? അപ്പോൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. AC എന്ന് പറയുന്ന ലെങ്ത് ആണ് എന്തായിട്ട് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ AC എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഡയഗണൽ ഓഫ് ദ സ്ക്വയറിന്റെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, വിച്ച് ഇസ് A√2, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് √10² + 10². A എന്ന് പറയുന്നത് സൈഡ് ലെങ്ത് ആണ്, വിച്ച് ഇസ് 10 into √2, which is equal to 10 into √2 ന്റെ വാല്യൂ 1.414 ആണ്, which is equal to 14.14 meter. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 140 meters ആയിരുന്നു, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 14.14 meter ആണ്. എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്? 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. The minute hand of a wall clock is 10 centimeter long. മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് 10 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഫ്രം 10 AM to 10:30 AM എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ക്ലോക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, മിനിറ്റ് ഹാൻഡ് ഇതാണ്. ഓക്കെ, ഇവിടെയാണ് 10 ഉണ്ടാവുക അല്ലെ? അപ്പോ അവർ ഹാൻഡ് ഇതാണ്, മിനിറ്റ് ഹാൻഡ് ഇതാണ്. ഓക്കെ, മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് ആണ് 10 centimeter എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലെ? 10 AM ഇവിടെയാണ് ഉണ്ടാവുക. 10:30 എന്ന് പറയുമ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങോട്ട് എത്തണം. എന്ന് വെച്ചാൽ ഒരു ഹാഫ് സർക്കുലർ പാത്ത് കവർ ചെയ്യുന്ന പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയിട്ടും, ഈ 10 AM to 10:30 AM എന്ന് പറയുമ്പോൾ അത് മിനിറ്റ് ഹാൻഡ് ഒരു ഹാഫ് സർക്കിൾ കവർ ചെയ്ത പോലെയാണുള്ളത്. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഹാഫ് സർക്കിൾ കവർ ചെയ്യാൻ എടുക്കുന്ന, നമുക്കറിയാം പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ഫുൾ സർക്കിൾ ഇസ് 2πr. അപ്പൊ ഹാഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ π into r ആണ്. π എന്ന് പറയുന്നത് 3.14 into റേഡിയസ് എന്ന് പറയുന്നത് 10 centimeter നമുക്ക് ഉത്തരം എഴുതാം. അപ്പൊ 31.4 centimeter ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഇവിടെ എന്ന് പറയുന്ന A എന്ന് പറയുന്ന ഒരു പോയിന്റിന് B എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഷുഡ് ബി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ അല്ലെ? റേഡിയസ് 10 centimeter ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 into റേഡിയസ് വിച്ച് ഇസ് 20 centimeter. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് 31.4 centimeter, ഡിസ്പ്ലേസ്മെന്റ് 20 centimeter ആണ്. ഓക്കെ,
അടുത്ത ചോദ്യം, a car starts with a velocity of 10 meter per second and accelerates at a rate of 5 meter per second square. നമുക്ക് equation of motion വെച്ച് ചെയ്യാവുന്ന പ്രോബ്ലം ആണ് അല്ലെ. starts with a velocity of 10 meter per second എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? u, ഇനീഷ്യൽ വെലോസിറ്റി ആണ് 10 meter per second ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി accelerates at a rate of 5 meter per second square. അപ്പോൾ a തന്നിട്ടുണ്ട്, which is nothing but 5 meter per second square. അടുത്ത എന്താ തന്നിരിക്കുന്നത്? Find the final velocity when the car has traveled a distance of 30 meter. s എന്ന് പറയുന്നത് 30 meter തന്നിട്ടുണ്ട്. v ആണ് നമ്മുടെ ചോദ്യം. എപ്പോഴും ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് നോക്കാനായിട്ട് തന്നിരിക്കുന്ന സംഭവങ്ങളും ഇവിടെ തന്നിരിക്കുന്ന സംഭവത്തിൽ എന്തില്ല, ടൈം എന്ന് പറയുന്ന സംഭവം തന്നിട്ടുമില്ല, നമ്മളോട് ചോദിച്ചിട്ടുമില്ല. അപ്പൊ ടൈം ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് എടുക്കണ്ട. v ഈക്വൽ ടു യു പ്ലസ് എ ടി, ടൈം ഉണ്ട്, അപ്പൊ വേണ്ട. രണ്ടാമത്തെ ഇക്വേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതിലും ടൈം ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഇതിനകത്ത് എന്തില്ല? ടൈം ഇല്ല. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഇവിടുന്ന് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതാം. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഇസ് 100 പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 5 ആണ്, എസ് എന്ന് പറയുന്നത് 30 ആണ്, റൈറ്റ്? വിച്ച് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 10 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 300, വിച്ച് ഇസ് ഈക്വൽ ടു 400. 400 എന്ന് പറയുന്നത് വി സ്ക്വയർ ആണ്. അപ്പൊ വി ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 400. റൂട്ട് ഓഫ് 400 എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. ഇത് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. അവസാനത്തെ ചോദ്യം എന്താണ്? ബോഡി കവേഴ്സ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 7 സെന്റിമീറ്റർ ഇൻ 5 seconds. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി. അതായത് ഒരു ബോഡി ഒരു സെമി സർക്കിൾ ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് സെമി സർക്കിൾ. ഓക്കെ, സെമി സർക്കിളിന്റെ റേഡിയസ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ടൈം 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റേഡിയസ് 7 സെന്റിമീറ്റർ, ടൈം 5 സെക്കൻഡ്. വെലോസിറ്റി ആണ് നമ്മുടെ ചോദ്യം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഒരു സെമി സർക്കിൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് തുടങ്ങി ബിയിലെത്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ലെങ്ത് ഓഫ് എ ബി. ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡബിൾ, വിച്ച് ഇസ് 2 into 10, വിച്ച് ഇസ് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ നമുക്ക് 0.2 മീറ്റർ എന്ന് എഴുതാം. ഇനി വിച്ച് ഇസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളിപ്പോ ചെയ്തത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് 0.2 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയായിരുന്നു? 5 സെക്കൻഡ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.04 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതും എങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് സോൾവ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സോൾവ് ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോ, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റ്സും ഫീഡ്ബാക്സും ഡൗട്ട്സും എല്ലാം നിങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതാം. ഇനി ക്ലാസ് 9th വീഡിയോ സീരീസ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.